എന്താളിയാ പുലിയുടെ വീട്ടിൽ മണിക്കൂട്ടി ഒരു തീരുമാനം എടുത്താൽ തീരുമാനം തന്നെ ആയിരിക്കും. അത് ഏത് പോലീസുകാർ വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റത്തില്ല. ശ്രീകുട്ടിയായിട്ട് ഉടക്കായോ അളിയാ? എന്തും ഞാൻ ക്ഷമിക്കും, പക്ഷെ ഗൂർഖകളെ പറ്റി കുറ്റം പറഞ്ഞാല് അതെനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. ബാഗ് തരാൻ പറ്റുമോ? ബാഗ് തരാം, പക്ഷെ മണിക്കൂട്ടാ ഒന്നുകൂടി ആലോചിച്ചിട്ട് ഒന്നുകൂടെ ആലോചിക്കുന്നില്ല അളിയാ. അളിയന് ബാഗ് തരാൻ പറ്റുമോ? എനിക്ക് 1 മണിക്കാ ട്രെയിന്. എങ്ങോട്ട്? നേപ്പാളിലോട്ട്. തരാൻ പറ്റുമോ ബാഗ്? ബാഗ് തരാം, ബാഗ് തരാം. എന്റെ അളിയാ, എനിക്കൊന്ന് നേപ്പാളിൽ നിന്ന് വിളിക്കാന്ന് തോന്നുന്നു. ഹലോ, मैं हूं മണിക്കുട്ടൻ ജി. ഹാജി. ശരി സാർ. കേൾക്കൂ 5610. എന്തായിരുന്നു? എന്താ സാറേ പറഞ്ഞു? വരാം സാർ, വരാം. അളിയെ പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിച്ചത്. പോലീസ് സ്റ്റേഷനിൽ നിന്നാ? ഇനി അളിയന്റെ വണ്ടിയുടെ നമ്പരൊക്കെ പറഞ്ഞിട്ട് കേൾക്കും 5610 പറഞ്ഞ് എനിക്കൊരു സ്കൂട്ടർ ഇല്ലായിരുന്നു. അത് വിറ്റില്ലേ? അത് വിറ്റുപോയി. പക്ഷെ അത് അതിന്റെ ഏതാണ്ട് കാര്യം പറയാൻ വേണ്ടി എന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചിരിക്കുക. പോലീസ് സ്റ്റേഷൻ അളിയിൽ നിന്ന് പോകാൻ പറ്റുമോ? ഞാൻ എന്തിനു പോണു? അല്ല, എനിക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ കയറുന്ന ഒരു ചെറിയ പേടിയാ. അത് മണിക്കൂട്ടനല്ലേ വിളിച്ചത്, അപ്പൊ മണിക്കൂട്ടൻ വേണ്ടേ പോയെ? അല്ല, എന്ത് കാര്യം? എന്ത് അളി കാര്യമൊന്നും പറഞ്ഞില്ല. ഇന്ന മോട്ടോർ സൈക്കിൾ എന്റെ ആണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ ആന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. എന്നൊരു കാര്യം മണിക്കൂട്ടൻ പെട്ടെന്ന് പോകും. അല്ല, ഞാൻ ഒറ്റയ്ക്ക് പോകാലോ അളി. ഇപ്പോഴത്തെ കാലത്ത് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയാകത്തില്ല. തിരിച്ചു വരാൻ പറ്റുമെന്ന് പോലും സംശയമാ. അങ്ങനെയൊന്നും അളിയനുണ്ടോ? പ്ലീസ് പ്ലീസ് അളിയനുണ്ടോ? പ്ലീസ് പ്ലീസ്. ഞാൻ വരാം, പോവാം. അപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ? റെയിൽവേ സ്റ്റേഷനില്ല, പോലീസ് സ്റ്റേഷനില്. അളിയ 1 മണിക്കാ ട്രെയിന്. 12 മണിയായി. 12 മണിയായി. പെട്ടെന്ന് പോവാം.